Dear students, today we are taking the chapter, the summary to the chapter, Lamb to the Slaughter, the story. Lamb, as we know, is the symbol of innocence and as well as the symbol of helplessness, and also represents in an unconcerned manner according to the biblical phrase, lamb to the slaughter. So, slaughter stands for someone who is really cunning, who is cruel, who is very pre-planned and who is very strong. So the story tells how a lamb changes or comes across as the slaughter. At every point of the story, the role of the lamb and the slaughter gets changed. So the story is set in the 1950s and the plot is in the suburban home of an England house, and it's a winter evening. ഒരു വിൻ്റർ ഈവനിങ്ങിൽ ഇംഗ്ലണ്ടിൽ 1950s ഒരു സെറ്റിങ്ങിൽ ഒരു വൈഫ് ഇസ് വെയിറ്റിംഗ് ഫോർ ഹർ ഹസ്ബൻഡ് ടു കം ബാക്ക് ഫ്രം ഹിസ് വർക്ക്, ഓൾ പ്രിപ്പയർഡ് ലൈക്ക് എ പ്രോപ്പർ ഹൗസ് വൈഫ്, കോട്ട് ആൻഡ് കോട്ട്. അപ്പം ഇവരിങ്ങനെ വെയിറ്റ് ചെയ്യാണ് ഇൻ എ ലിവിങ് റൂം, ഓൾ സെറ്റ് വിത്ത് ഡ്രിങ്ക് സെറ്റ്, വിസ്കി സെറ്റ്, ഗ്ലാസസ് സെറ്റ്, ആൻഡ് ഓൾസോ ദ ചെയർസ് ആൻഡ് ദ ലാംപ്സ് ആർ ലിറ്റ് ആൻഡ് ഓൾസോ ഷീ ഇസ് സ്യൂയിങ്. അവർ തുന്നിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഇറ്റ്സ് ഓൾമോസ്റ്റ് 10 minutes to 5 o'clock ആൻഡ് ഷീ ഈസ് വെരി ക്ലിയർ അബൌട്ട് ദ ടൈം വെൻ ദി ഹസ്ബൻഡ് വുഡ് കം ബാക്ക് ഫ്രം വർക്ക്. അവർക്ക് അതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാം പ്രിപ്പയർഡായിട്ട് ഡ്രിങ്ക്സിലൊക്കെ രണ്ടാക്കും പറ്റുന്ന രൂപത്തിലൊക്കെ തയ്യാറാക്കി ഐസ് ക്യൂബ്സും അതുപോലെ സോഡയും വിസ്കിയും ഒക്കെ റെഡിയാക്കി വെച്ച് she knew the exact time, the voice, the sound on the gravel made by the car, all she knew very well, and she was waiting. Angane the man arrived and she opened the door and they got back to their places. As usual, they didn't talk much in the beginning because she knew he didn't like to talk when he was really tired. നല്ല ക്ഷീണമുള്ള സമയത്ത് സംസാരിക്കാൻ ഒട്ടും താല്പര്യം ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഇയാൾക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഷീ ജസ്റ്റ് വെയിറ്റഡ് ഫോർ ഹിസ് ടയർഡ്നെസ് ടു ഗെറ്റ് അവേ. എന്നും അങ്ങനെയാണ് ചെയ്യുക. ഒരു ഫസ്റ്റ് ഡ്രിങ്കൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേനും ഇയാളുടെ ആ ഒരു ക്ഷീണമൊക്കെ മാറിയിട്ട് ഹി ബിക്കെയിം റിയലി സ്ട്രോങ് ഇനഫ്. അപ്പോൾ ഇവർ മെല്ലെ കോൺവെർസേഷനിലേക്ക് മാറുകയാണ് ചെയ്യുക. ബട്ട് ഓൺ ദിസ് പെർട്ടിക്കുലർ ഡേ എന്തൊക്കെയോ ഒരു ചേഞ്ച് ഉണ്ട്. ബട്ട് ബിഫോർ ഗോയിങ് ഇൻ ടു ദാറ്റ്, this time for her was the most blissful, most luxurious, most happiest time in her daytime or the whole day, because that was the only time she enjoyed, relaxed and had someone's company. ആ ഒരു സമയം മാത്രമായിരുന്നു ഒരാൾ കൂടെ ഉണ്ടാവുക, സംസാരിക്കുക, ഒരു ഇഷ്ടപ്പെടുന്ന ഒരാളുടെ കൂടെ ടൈം ഷെയർ ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഗതി അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ ആ സമയത്തിന് വേണ്ടി എന്നും കാത്തിരിക്കുമായിരുന്നു. ഷീ ഹാഡ് നോ ലൈഫ് അപ്പാർട്ട് ഫ്രം ദ ലൈഫ് ഷീ ഷെയർഡ് വിത്ത് എ ഹസ്ബൻഡ് ആസ് എ വൈഫ്. അതിനപ്പുറത്തേക്കൊരു ലോകമോ അതിനപ്പുറത്തേക്കൊരു ജീവിതമോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കൊരു ഹാപ്പിനെസ്സോ ഒന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. അയാൾ വൈകുന്നേരം വരുന്ന ആ സമയത്തിനോട് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുക എന്നല്ലാതെ ഷീ ഹാഡ് നോ അതർ പേർപ്പസ് ഇൻ ലൈഫ്. അതുകൊണ്ട് തന്നെ ദിസ് വാസ് ദി ഓൺലി ടൈം ഷീ റിയലി ഫെൽറ്റ് റിലാക്സ്ഡ് and happy and blissful and at peace. And യൂഷ്വലി എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീ ടുക്ക് ദ ഫസ്റ്റ് ഡ്രിങ്ക് ആൻഡ് വെൻ ഹിസ് ടയർഡ്നെസ് ഓർ വിയർഡ്നെസ് വാസ് ഓവർ, വെയർനെസ് വാസ് ഓവർ, എന്ത് ചെയ്യും, ഇയാളൊരു സെക്കൻഡ് ഡ്രിങ്ക് എടുക്കുന്ന സമയത്താണ് ഷീ ഗേവ് ദ സെക്കൻഡ് ഡ്രിങ്ക് ടു. അപ്പോഴാണ് സംസാരിച്ചു തുടങ്ങുന്നത്. പക്ഷേ ഓൺ ദിസ് പെർട്ടിക്കുലർ ഡേ ദർ വാസ് സംതിങ് റിയലി മിസ്സിങ്, അൺയൂഷ്വൽ, ആൻഡ് ഹി വാസ് very tired, and also there was something, a nervous air about him. അയാളുടെ ചുറ്റിലും ഒരു നെർവസ്നെസ് ഹാങ് ചെയ്യുമ്പോഴത്തെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാൾ ഫസ്റ്റ് ഡ്രിങ്ക് കഴിഞ്ഞിട്ട് ഹി ഡസൻറ്റ് ലെറ്റ് ഹിസ് വൈഫ് ടു ടേക്ക് ഹിസ് സെക്കൻഡ് ഡ്രിങ്ക്. അയാളുടെ സെക്കൻഡ് ഡ്രിങ്ക് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് വൈഫിനെ സമ്മതിക്കുന്നില്ല. ഹീ ടേക്സ് ദ സെക്കൻഡ് ഡ്രിങ്ക് ആൻഡ് ഹി ഫിൽസ് ഹിംസെൽഫ് ഇൻ ദ മോസ്റ്റ് സ്ട്രോങ്ങിഷ് വേ പോസിബിൾ. ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള വിത്ത് swirls ഓഫ് ലിക്കർ എന്നൊക്കെ പറയുന്ന, ബബിൾസ് ഓഫ് ലിക്കർ ഇൻ ദ ഗ്ലാസ് എന്ന് പറയുന്ന രൂപത്തിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള, വെരി ലെസ് എമൗണ്ട് ഓഫ് മിക്സിംഗ് ഓഫ് സോഡ ആൻഡ് വാട്ടർ ഓർ ഐസ് ക്യൂബ്സ്,
ആ രീതിയിലാണ് സെക്കൻഡ് ഡ്രിങ്ക് എടുക്കുന്നത്. ആൻഡ് ഷീ ഫെൽറ്റ് റിയലി വിയേർഡ്. അപ്പോൾ അവൾ മെല്ലെ സംസാരിച്ച് തുടങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ബട്ട് ഹി ഡസൻ സ്റ്റേ വിത്ത് ഹിം. അവൾ കൂടെ നിന്നു കൊടുക്കുന്നില്ല എന്ന് പറയുന്നതായിരിക്കും ശരി. അങ്ങനെ അയാൾ ഒട്ടും തന്നെ സഹകരിക്കുന്നില്ല. ഹി ഈസ് നോട്ട് വില്ലിങ് ടു ടോക്ക്. ദെൻ ഷീ ട്രൈസ് ടു റീസ്റ്റാർട്ട് ദി കോൺവെർസേഷൻ ബൈ സേയിങ് ദാറ്റ് he's a senior police officer and he's made to walk all around the town on every single day, and that makes him really tired. അങ്ങനെ ഓരോ ദിവസവും ഈ മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ആകെ ക്ഷീണിച്ച് വീട്ടിലെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ക്ഷീണം ഈസ് ഈക്വൽ ടു വിയേർഡ് ബിഹേവിയർ എന്നാണല്ലോ. അപ്പോൾ അങ്ങനെ he's really tired, and because of this reason she thought അതുകൊണ്ടായിരിക്കും ഈ പോലീസ് ഓഫീസർ ആയിട്ടുള്ള ഫിസിക്കലി ഒരുപാട് ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ജോബ് ആയതുകൊണ്ടായിരിക്കും ഇല്ലേ ക്ഷീണം. ഇറ്റ്സ് എ ഷെയിം ദാറ്റ് പീപ്പിൾ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ കോൺവെർസേഷൻ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും ഹീ ഈസ് നോട്ട് വില്ലിങ് ടു ടോക്ക് ആറ്റ് ഓൾ. യൂഷ്വലി ഓൺ ദിസ് ഡേ ഓഫ് എവറി വീക്ക് ദേ ഗോ ഔട്ട് ഫോർ ഡിന്നർ. പക്ഷേ ഇന്ന് ആസ് ഹീ ഈസ് ടയേർഡ് ഷീ ആസ്ക്സ് ഇഫ് എന്താ പറയുക നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കണോ. വൺ പോയിൻറ്റ് ദാറ്റ് ഐ മിസ്ഡ് ഇൻ ബിറ്റ്വീൻ വാസ് ദാറ്റ് ഷീ ഈസ് 6 months pregnant and she is really beautiful at this point of her pregnancy, and she is very calm and at the same time very sensitive ആയിരിക്കും പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത്. ആ ഒരു പോയിൻ്റ് നമ്മളെ മനസ്സിലുണ്ടാവണം. ആൻഡ് ഓൾസോ she asked if he would get some snacks. She would get some snacks for him. എന്തെങ്കിലും സ്നാക്സ് എടുത്തു കൊടുക്കാം, ക്രാക്കേഴ്സ് എടുത്തു കൊടുക്കാം. അത് കഴിക്കുമ്പോഴത്തേനും ചീസൊക്കെ കഴിക്കുമ്പോഴത്തേനും ഐ വിൽ മേക്ക് ദ dinner out of mutton or leg of lamb or something. Everything is available in the cellar എന്നൊക്കെ പറയും. അപ്പോൾ ഹിസ് റെസ്പോൺസ് ഇസ് ദാറ്റ് ഹി ഡോണ്ട് വാണ്ട് ഫുഡ് ആൻഡ് ഹി ഐദർ ഡോണ്ട് വാണ്ട് ടു ഗോ ഔട്ട്സൈഡ് എന്നുള്ളൊരു സ്റ്റാൻഡാണ്. ആൻഡ് ഷീ ഡസൻ റിയലി അണ്ടർസ്റ്റാൻഡ് വാട്ട് ടു ഡു. ഷീ കീപ്സ് ഓൺ ഫോഴ്സിങ് ഹിം ടു ഹാവ് ഫുഡ്. അങ്ങനെ അവസാനം അയാളൊന്നും പറയാതെ ആയപ്പോൾ വാട്ട് ഡസ് ഷീ ഡു? ഷീ ഗോസ് ഔട്ട് ആൻഡ് ഷീ goes out to make food. At that point of time the man says that you should sit down, I have something to talk to you എന്ന് പറയുന്ന സമയത്ത് ഫസ്റ്റ് ടൈം ഷീ ഹെസിറ്റേറ്റ്സ് ആൻഡ് ദെൻ ഹി കീപ്സ് insisting in a very demanding way and she sits down with all nervousness. ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് ചെയറിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ചാഞ്ഞങ്ങ് ഇരിക്കുകയാണ്. ഹർ ഐസ് ബിക്കം ലാർജർ, ബിവിൽഡേർഡ്, ആകെ പേടിച്ചരണ്ടിട്ടുള്ള കണ്ണുകളായി മാറുന്നുണ്ട്. ആൻഡ് അറ്റ് ദാറ്റ് ടൈം ഹീ ഷെയർസ് സംതിങ് ടു ഹർ. എന്താണ് ന്യൂസ് ഷെയർ ചെയ്യുന്നത് എന്നുള്ളത് ഓത്തർ ക്ലിയർ ആയിട്ട് റീഡേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു തരുന്നില്ല. ബട്ട് വി അണ്ടർസ്റ്റാൻഡ് സംതിങ് വെരി ബാഡ് ഹാസ് ബീൻ കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ലേഡി ഫ്രം ഹർ റിയാക്ഷൻ. അവരുടെ ഒരു റിയാക്ഷനിൽ നിന്ന് ഈ പറഞ്ഞിട്ടുള്ള കാര്യം എക്സ്ട്രീംലി ബാഡായിട്ടുള്ള ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാവും. ബിക്കോസ് ബൈ എവ്രി വേർഡ് ഹി പ്രൊനൗൺസ്ഡ് ഷീ വാസ് ഗെറ്റിംഗ് ഫാർ അവേ ഫ്രം ഹിം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഷീ വാസ് റിയലി നോട്ട് ഫിസിക്കലി മെൻ്റലി ഗോയിങ് അവേ ഫ്രം ഹിം എന്നുള്ളൊരു സംഭവം പറയുന്നുണ്ട്. ആൻഡ് ഷീ ഈസ് ഓൾസോ in a real shock that she is not ready to accept the reality. ആ സത്യം ഉൾക്കൊള്ളാൻ അവൾ തയ്യാറാവാത്തതുകൊണ്ട് ഷീ വാസ് ബിഹേവിങ് ആസ് ഇഫ് നത്തിങ് ഹാസ് ഹാപ്പൻഡ് എന്നുള്ളൊരു രീതിയിലേക്ക് നമ്മൾ ചിലപ്പം കണ്ടിട്ടുണ്ടാവും. when people faces very bad situations in life, they are not ready to accept it. അതുപോലെ തന്നെയാണ് ഇവരും ബിഹേവ് ചെയ്യുന്നത് as if she had seen some bad dream. And she goes into the kitchen to get something, not to the kitchen, to the cellar to get something to get cooked for the dinner. And she feels that if she acts very normally, വളരെ നോർമലായിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇതൊക്കെ ഒരു ബാഡ് ഡേ ഡ്രീം ആയിരുന്നു എന്ന് റിയലൈസ് ചെയ്യായിരിക്കും. ആ ഡേ ഡ്രീമിൽ നിന്ന് പുറത്തിറങ്ങുന്നത് വരെ ഞാനിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കട്ടെ എന്നുള്ളൊരു ഡിസിഷനിലാണ് അവൾ പോകുന്നത്. ആൻഡ് ഹർ ഹസ്ബൻഡ് ഡസൻറ്റ് pull her back this time, okay, by words or by physical means. അതിനെ ട്രൈ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ she went to the cellar or the refrigerator and she grabs something that first get into her hands. ആദ്യം കൈ കിട്ടുന്ന സാധനം അങ്ങോട്ട് നോക്കാതെ വലിച്ചെടുക്കുകയാണ്. and that's a leg of a lamb, okay, leg of a lamb. and
she gets that and she goes upstairs into the kitchen. അവിടെ ലിവിങ് റൂമിൽ വിൻഡോനെ ഫേസ് ചെയ്ത് പുറത്തോട്ട് നോക്കിക്കൊണ്ട് the man is standing, and when he heard her footsteps, he said that I am going outside, I don't want food. That almost shook her. അത് അവളെ വല്ലാതെ ഹേർട്ട് ചെയ്തു, ഉള്ള ഷോക്കിനെ ഡബിൾ ചെയ്തു, and she went mad. Out of that madness, she hit him with that frozen leg lamp that was almost like a hammer or club. ഒരു സ്റ്റീൽ ക്ലബിൻ്റെ അത്രയും ശക്തി ഉണ്ടാവും ഫ്രോസൺ ആയിട്ടുള്ള ഒരു ലെഗ് ഓഫ് ദ ലാമ്പിന്, ബിക്കോസ് ഇറ്റ്സ് സോ ഹെവി ആൻഡ് ബോൺ ഇസ് ഇൻസൈഡ്. അപ്പോൾ അത് വെച്ചിട്ട് അവൾക്കുള്ള സകല ശക്തിയും വെച്ചിട്ട് ഷീ ഹിറ്റ് അറ്റ് ദ ബാക്ക് ഓഫ് ദ മാൻസ് ഹെഡ്. ആൻഡ് വാട്ട് ഹാപ്പൻഡ്? ഹിസ് സ്കൾ ബ്രോക്ക് ആൻഡ് ഹീ ജസ്റ്റ് fall onto the floor. വളരെ ഒരു ബ്ലാക്ക് കോമഡി പോലെയാണ് ഇത് അവതരിപ്പിക്കുന്നത്. വി ഡോണ്ട് ഫീൽ ദ ഷോക്ക് ഓഫ് എ ഡെത്ത്. നമുക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്യുന്ന രൂപത്തിലല്ല ഓതർ ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്. ഹി പ്രസൻസ് ഇൻ എ വെരി കോമിക്കൽ, സിനിക്കൽ കോമിക്കൽ വേ. ആൻഡ് ദ മാൻ ഫോൾസ് ഡൗൺ ആൻഡ് ഹി ഈസ് ഡെഡ്. അയാളിങ്ങനെ പിന്നെ തലക്കടി കിട്ടി. ആ വീഴുന്ന വീഴ്ചയിൽ സൈഡ് ടേബിൾ മറയുന്നു. അയാളുടെ ബോഡി വെയ്റ്റ് നിലത്ത് തട്ടുമ്പോഴുള്ള സൗണ്ടൊക്കെ കേട്ടിട്ടാണ് നമ്മളുടെ കഥാപാത്രത്തിന് ഷീ റിയലൈസസ് ദാറ്റ് ഷീ ഹാസ് ഡൺ സംതിങ് റിയലി ടെറിബിൾ ഓർ ഷീ ഹാസ് എൻഡഡ് അപ്പ് കില്ലിങ് ദ മാൻ എന്നുള്ളൊരു കാര്യം. ബട്ട് ആഫ്റ്റർ ഷീ കിൽ ദ മാൻ ഷീ ഫെൽറ്റ് എ കൈൻഡ് ഓഫ് വെരി strong relief inside her mind, and she was planning what to do. She didn't want to live, but she wanted to make her child safe. വൂമ്പിലുള്ള കുട്ടിയെ സേഫ് ആക്കണമെന്നുള്ള നിർബന്ധം കൊണ്ട് ഷീ ഡിഡൻറ്റ് നോ ദ ലോ. വാട്ട് വാസ് ദ ലോ വെൻ എ മദർ വാസ് പ്രഗ്നൻറ്റ്? ആ കുട്ടിയെയും കൂടെ കൊല്ലുമോ, അല്ലെങ്കിൽ പ്രസവിച്ചിട്ട് ആഫ്റ്റർ ദ ഡെലിവറി ഇഫ് ദ മദർ വാസ് ടേക്കൺ ടു ദ ജയിൽ എന്നുള്ള കാര്യത്തിനെ കുറിച്ചൊന്നും ഒരു ഐഡിയ ഉണ്ടാവാത്തതുകൊണ്ട് ഷീ ഗോട്ട് റിയലി നെർവസ്. ബട്ട് ഷീ തോട്ട് വാട്ട് ഷുഡ് വി ഡു എന്നുള്ളത്. ആൻഡ് her first reaction to herself was that she should act normal, very normal. അങ്ങനെ നോർമലായിട്ട് ആക്ട് ചെയ്തുകൊണ്ട് തന്നെ the first thing she did was that she went to the kitchen, took the lamp and put it into the where she put it into the oven and put it for cooking. She went then she went to the grocer Sam and brought some kind of vegetables that are supposed to be cooked for the dinner, and told that her husband was at home and she wanted to cook for her because they were not going out today എന്നുള്ളൊരു രീതിയിലൊരു കമ്മ്യൂണിക്കേഷൻ നടത്തുകയും, ആൻഡ് ആസ് എ റിസൾട്ട് ദ മാൻ ഗിവ്സ് എ പ്രോപ്പർ ഗ്രോസറീസ്. ഷീ ഗെറ്റ്സ് ബാക്ക് ഹോം ആൻഡ് വെൻ ഷീ റിയലി സീസ് ദ ഡെഡ് ബോഡി ഫോർ ദ സെക്കൻഡ് ടൈം അവൾ ശരിക്കും ഒരു ഷോക്കിലേക്ക് തന്നെ പോകുന്നുണ്ട്. ഷീ ക്രൈസ് ഹർ ഹാർട്ട് ഔട്ട് ബിക്കോസ് ഷീ റിയലി ഡിഡൻറ്റ് വാണ്ട് ടു കിൽ ഹിം, ഷീ റിയലി ലവ്സ് ഹിം. പക്ഷെ ആ ഒരു പോയിന്റിൽ ഷീ കുഡൻറ്റ് കൺട്രോൾ ഹെർ സെൽഫ്, ആൻഡ് ദാറ്റ് വാസ് ദ റൈറ്റ് തിങ് ഫോർ that time എന്നുള്ളൊരു സെൻസിലാണ് നമ്മളതിനെ കാണേണ്ടത്. Then as usual, after crying, she calls the police station. Everyone at the police station knew her because she was Patrick's wife. He was a police officer. They come to the home, searched all around. They are not able to find a single proof. ഒന്നും കാണാൻ കഴിയുന്നില്ല. They were trying to find something really strong and heavy that would break his head or skull എന്നൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും they are unable to find, because the lamb leg is in the oven and they are very innocent to think to that extent where എന്താണ് ഇങ്ങനെ ആയിരിക്കാം സംഭവിച്ചിട്ടുള്ളതെന്ന് they are not able to think. Actually the proof for the murder is right, or the evidence of the murder is right under their nose എന്ന് പറയുന്നുണ്ട് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദ സ്റ്റോറി. ബിക്കോസ് Mary Maloney actually makes the police officers eat the leg of the lamb. അപ്പോൾ ലിറ്ററലിയും അത് കറക്റ്റാണ്, അല്ലാണ്ട് ഐറോണിക്കലിയും അത് കറക്റ്റാണ്. ഇൻ ദാറ്റ് വേ വേർ
റൈറ്റ് അണ്ടർ ദ നോസ് ഉള്ള എവിഡൻസ് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തതാണ്. ഇറ്റ്സ് ലിറ്ററലി അണ്ടർ ദ നോസ് വെൻ ദേ ആർ ഈറ്റിംഗ് ഇറ്റ് ആൻഡ് ഓൾസോ ഇറ്റ്സ് വെരി നിയർ എന്നാണ് ആ യൂസേജിൻ്റെ അർത്ഥം. രണ്ട് വയസ്സ് എടുത്ത് നോക്കുന്ന സമയത്തും സംഗതി ശരിയാണ് എന്നുള്ളതാണ് അതിൻ്റെ സത്യം. എന്നിരുന്നാൽ കൂടി ഫൈനലി വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് we understand that though the police officers search for a long time, they are not able to find the killer or any kind of proof, and they finally end up destroying the proof by themselves. അങ്ങനെയാണ് ആ സ്റ്റോറി അവസാനിക്കുന്നത്. So as you have seen across the length of the story, the role of the lamb and the slaughter changes. First the lamb is the lady, then it becomes the man. Then also the role of the slaughter changes. The slaughter for the first part of the story who really puts the girl into a shock is the man, and later the real slaughter is the woman. And also the police officers have the characteristics of lamb എന്നുള്ളത് പറയാം. ഇന്നസെൻസ് ആണ്, ഹെൽപ്ലെസ്, ദേ ഡോണ്ട് നോ വാട്ട്സ് ഹാപ്പനിങ് എന്നുള്ളൊരു സംഗതി ഈവൻ ദ പോലീസ് ഓഫീസേഴ്സിനും വരുന്നുണ്ട്. And also we have the real leg of the lamb also in the story. So there ends the story, the summary of the story. Okay, thank you.